അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാന്ന് പറയുന്നു. നമ്മളൊരാളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ അവരുടെ ഇടത്തും വലത്തും തോളിയാരി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പറഞ്ഞു കൊടുക്കണം സാർ ഇതാണ് പ്രശ്നം, നമ്മൾ ഇതിന് സൊല്യൂഷൻ ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ ഉറപ്പാണ് നമ്മൾ നൽകേണ്ടത് പറയണം. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? ശരിക്കും ഒരു നിമിഷം അദ്ദേഹം ഈ വണ്ടി ഇവിടെ നിർത്തി സംസാരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമാകുമായിരുന്നു. ജനങ്ങൾ ആ വ്യക്തിയുടെ മേലെ കാറി തുപ്പിയാനെ. അതിന് അദ്ദേഹം കുറ്റക്കാരനല്ല. അദ്ദേഹം അന്യനാട്ടിലുള്ള വ്യക്തി, ഈ നാട്ടിൽ ചിലപ്പോൾ ഒരു ആദ്യമായിരിക്കും ഈ മണ്ഡലത്തിൽ ഈ വഴിക്കൂടെ വരുന്നത്. അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാരാ, അല്ലാണ്ട് മിണ്ടാതെ പറയാതെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ തയ്യാറില്ല. കാരണം അദ്ദേഹത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല കാര്യം എന്താണെന്ന്, ജനങ്ങൾ എന്തിനാ ഒച്ചയെടുക്കുന്നതെന്ന്. അദ്ദേഹത്തിനോട് പറയണം ജനങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ നടത്തണം, ജനങ്ങളോട് അവരുടെ പ്രശ്നം മനസ്സിലാക്കണം. എന്തിനാ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ജനങ്ങളെ സേവിക്കാനാണ്, അല്ലാണ്ട് സ്വയം വളരാനല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ശ്രദ്ധപ്പെടുത്തി അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലാതായിരിക്കാം ചിലപ്പോൾ UP ബീഹാർ അങ്ങനെയുള്ള സൈഡിൽ നീൽഗായ് എന്ന് പറഞ്ഞൊരു മൃഗമുണ്ട്. അതായത് നമ്മുടെ മാനിൻ്റെ ഒരു 3 ഇരട്ടി വരുന്ന മൃഗ. അത് തോട്ടങ്ങളിൽ, അതായത് ഈ ഗോതമ്പ് വയലിലൊക്കെ ഇറങ്ങി അത് തിന്ന് നശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടത്തോടെ വെടിവെക്കാൻ ഗവൺമെൻറ് ഓർഡർ ഇട്ടു. വെടിവെച്ച് JCB ഉപയോഗിച്ച് കുഴി എടുത്താൽ കുഴിച്ചു മൂടി. നമ്മുടെ കാട്ടുപന്നീനേക്കാളും ഭീകരനല്ലത്. അങ്ങനെ നിയമം ഉണ്ടാക്കിയാണ് നോർത്ത് ഇന്ത്യയിൽ. നമ്മുടെ ഇവിടെ ഒരു മാനോ അല്ലെങ്കിൽ ഒരു പന്നി അല്ലെങ്കിൽ ഒരു ആന ഇറങ്ങി കഴിഞ്ഞാൽ ഓടിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. അന്ന് നാട്ടിൽ അവിടുത്തെ ഓർഡർ നമുക്ക് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ എല്ലായിടത്തും നിയമം വരും. ഇപ്പം ഈ 3 സൈഡിലും അപ്പം ഈ വൈൽഡ് ലൈഫിൻ്റെ ഏരിയയിൽ നിന്നും ഈ കാട്ടിക്കുളം സൈഡിൽ നിന്നും വരുന്ന മൃഗങ്ങളെല്ലാം സൂപ്പറായിട്ടും കയറി വരുവാണ്. അവർ എക്സ്പ്രസ് പോലാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞാൽ ഒരു രാത്രി ഇവിടെ ഒരു 3-4 റൗണ്ട് ഇങ്ങോട്ട് പോയാൽ എത്ര മാൻ ക്രോസ് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ടെന്ന്. ഒരു സാധനം നട്ടാൽ അതിനെ മുളയ്ക്കാൻ സമ്മതിക്കില്ല. ഇതിനെന്ത് നിയമം ഉണ്ടാക്കാൻ കഴിയില്ലായിട്ടാണോ? കറക്റ്റ് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കട്ടെ, കടക്കാൻ അവിടെ വെച്ച് തടയട്ടെ. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് കയറുന്ന എന്തിനാന്നേ? ആനകൾ സ്ഥിരം വരുന്ന ഒരു ഫെൻസിംഗ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. 2016-17 തുടങ്ങിയ ആ ഫെൻസിങ് ഇതേവരെ ഈ 2023 അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സാങ്കേതിക വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ ചോദിച്ചാലും കൃത്യമായിട്ട് പറയുന്നില്ല. ഈ ജനങ്ങളുടെ ജീവന് പുല്ലുവിലയാണ്. ഇവിടെ മൃഗങ്ങൾ വരുന്ന അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഫോറസ്റ്റുകാരോട് ഓർഡർ ഇടുന്നു. ഈ താഴെക്കടയിലുള്ള ഫോറസ്റ്റ് ഓഫീസർ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? ഒരു റേഞ്ച് ഓഫീസറിന് താഴെയുള്ള ഒരു ഫോറസ്റ്റുകാരന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്? വടിയും പടക്കവും ഒരു സിഗരറ്റ് ലാമ്പുമായിട്ട് വീണും പടക്കം എറിഞ്ഞ് ഓടിച്ചോളാൻ പറയും. അങ്ങനെയാണോ മൃഗങ്ങൾ നേടേണ്ടത്? എന്ത് ജീവൻ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഈ ഫോറസ്റ്റുകാർ ഇറങ്ങുന്നത്? ഇപ്പം 9 ദിവസമായി ഈ വേലൂർ മകനേൻ്റെ കേസും പറഞ്ഞു നടക്കുന്നു. എന്തിന് ഇപ്പം അതെ ഒരു ഇപ്പം അടുത്ത ലാസ്റ്റ് കാര്യം പറയാം. നമ്മുടെ പോളേട്ടൻ ആക്സിഡന്റ് ആനയുടെ അക്രമത്തിൽ പരിക്കേറ്റപ്പോൾ എയർ ആംബുലൻസിന് വേറെ ഒരു VIP ട്രാവൽ ചെയ്യുന്ന ഒരു ആംബുലൻസ് 4 സീറ്റർ ആംബുലൻസാണ് വന്നത്. എയർ ആംബുലൻസ് അല്ലാതെ 4 സീറ്റർ ഹെലികോപ്റ്റർ വന്നു. അത് കോയമ്പത്തൂരിന് മംഗലാപുരം അവിടെ നിന്ന് വന്നു. ആ സാധനം ഇത്രയും തിരക്ക് കാണിച്ചു. ഒരു പേഷ്യൻ്റാണ് പോകേണ്ടത്, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളതാണെന്നറിയാം, അതിൽ ക്യാരി ചെയ്യാൻ കഴിയില്ലെന്നറിയാം, എന്നിട്ടും അത് അയച്ചു. ഓക്കെ, അതേ മിഷൻ ഈ 9 ദിവസമുള്ള മിഷനിൽ നമ്മളെല്ലാവരും കാണുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നാഷണൽ ജിയോഗ്രാഫിക്കും വേൾഡ് ലെവലിലുള്ള ചാനലെല്ലാം കാണാം. നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ ഡാട്ട് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഈ 9 ദിവസം ഇവിടെ മേളം കെട്ടുന്ന ചിലവൊന്നും വരില്ലല്ലോ. വരുമോ? ഗവൺമെൻറ് അതിന് താല്പര്യം എടുക്കണം. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൂടെയുള്ള നേതാക്കന്മാരും ഇവരുള്ളവർ പറഞ്ഞു കൊടുക്കണം, സാർ നമ്മൾ ഇതല്ല ചെയ്യേണ്ടത്, ഈ 10-15 ദിവസം ഡ്രാമ നീട്ടുമല്ല വേണ്ടത്, ഒറ്റ ദിവസം കൊണ്ട് പരിപാടി ക്ലോസ് ചെയ്യണം. ഇവിടെ എഫിഷ്യൻ്റായ ഓഫീസേഴ്സ് ഇല്ലാത്തതുകൊണ്ടോ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടോ അല്ല, നമ്മളത് സമയാസമയത്ത് പ്രയോഗിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിലും ദൈവത്തോടൊന്ന് ചിന്തിക്ക്. ഞങ്ങളുടെ ജീവന് ഞങ്ങൾ ഒത്തിരി വില കൽപ്പിക്കുന്നതാണ്. ഞങ്ങൾ ഈ കടന്ന് ചത്ത് കിടന്ന് പണിയെടുക്കുന്ന നമ്മുടെ കുട്ടികളും മക്കളും കുടുംബവും നന്നായി പോകാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ വീഴുവാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത സാഹചര്യം. ബൈക്കിൽ പോയ പന്നി അല്ലെങ്കിൽ മാനടിച്ചു വീഴും. രാത്രി ഒരു പട്ടി കുറച്ചാൽ മിറ്റത്തിറങ്ങി ലൈറ്റ് അടിച്ചു പോകാൻ ധൈര്യമില്ല. ഇതുകൊണ്ടോ പുൽപ്പള്ളിയിലെ കടവ ഇന്നലെ രാത്രി 11:45 ഒരു പശുവിനെ പിടിച്ചു. അതിനു മുമ്പ് മിനിഞ്ഞാന്ന് രാത്രി പിടിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരാളെ കടവ മാന്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഈ നിയമം ഏത് വഴിയിലാണേലും ഞാൻ പറയാണ്, നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് എങ്ങനെ ഫോളോ ചെയ്യണമെന്നും എങ്ങനെ ജനങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും തീരുമാനിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ആണ്, വനം വകുപ്പാണ്. തിരുത്തേണ്ടത് ആരാണ്?